ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസ് എന്ന ചിത്രം പക്ക 3Dയിൽ ഇറങ്ങിയിരിക്കുന്ന ഈ ചിത്രം ഇന്ന് 7ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. 6ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം. സ്വാഭാവികമായി ഒരു ഞായറാഴ്ച കഴിഞ്ഞാൽ ഉണ്ടാകുന്ന തിങ്കളാഴ്ചയുടെ ഒരു ക്ഷീണം എല്ലാ സിനിമയ്ക്കും ബാധിക്കുന്നു. അത് ഈ ഒരു സിനിമയ്ക്കും ബാധകമായിട്ടുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 625ഓളം ഷോകളാണ് തിങ്കളാഴ്ച ട്രാക്കേഴ്സ് മുഖാന്തരം നോക്കിയിരിക്കുന്നത്. 14,000-ന് മുകളിലുള്ള ആളുകൾ കാണുകയും സിനിമയ്ക്ക് ഇന്ന് ലഭ്യമായിരിക്കുന്നത് 27 ലക്ഷം രൂപയോളം മാത്രമാണ്. അതായത് ഞായറാഴ്ച ഏകദേശം 97 ലക്ഷം രൂപ കിട്ടിയെടുത്താണ് അത്രത്തോളം ഒരു ഇടിവ് വരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ സ്വാഭാവികമായിട്ടുള്ള ഇടിവ് തന്നെയാണ്. ഗംഭീരമായി ഓടുന്ന ചിത്രങ്ങൾക്ക് പോലും ഇതേ രീതിയിലുള്ള ഒരു ഇടിവാണ്. മാർക്കോ പോലെയുള്ള ചിത്രങ്ങൾ ഞായറാഴ്ച 2.5 കോടിയാണെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ തിങ്കളാഴ്ച നേടിയിരിക്കുന്നത് ഏകദേശം 1.25 കോടിക്ക് താഴെ മാത്രമാണ് എന്ന കാര്യം ഓർക്കേണ്ടിയിരിക്കുന്നു. അതുതന്നെയാണ് ഇവിടെ ബറോസിനും സംഭവിച്ചിരിക്കുന്നത്. ബറോസ് ഏകദേശം 1.25 കോടിക്ക് മുകളിലാണ് സിനിമയ്ക്ക് നേടിയെങ്കിൽ ഇന്ന് ഏകദേശം 60 ലക്ഷത്തിനടുത്തേക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു കാര്യം. ഇതിനോടകം തന്നെ ട്രാക്കേഴ്സ് മുഖാന്തരം 7 കോടിയോളമാണ് സിനിമയുടെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. അതായത് സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 10 കോടി കവർ ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. വേൾഡ് വൈഡ് ആയിട്ട് സിനിമയുടെ കളക്ഷൻ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പ്രമുഖ ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നതനുസരിച്ചിട്ട് സിനിമ 15 കോടിയോളം എത്തി എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് 18 കോടിയോളം സിനിമ വേൾഡ് വൈഡ് ആയിട്ട് നേടി എന്ന് തന്നെ കാണാം. അത് കാത്തിരിക്കുകയാണ് ഒഫീഷ്യലായിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് വേണ്ടി. എന്താണെങ്കിലും ചൊവ്വാഴ്ചയും മികച്ച രീതിയിലായിരിക്കും സിനിമയുടെ കളക്ഷൻ. ഏകദേശം ഇതിന് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും. കാരണം വർക്കിംഗ് ഡേയ്സിൽ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനിയും ഒരു വർക്കിംഗ് ഡേ അല്ലാതെ ഹോളിഡേ വരുന്ന കാര്യത്തിലായിരിക്കാം നമുക്ക് കൂടുതലായിട്ടുള്ള കളക്ഷൻ ഏത് സിനിമയ്ക്കും ചിന്തിക്കാൻ കഴിയുള്ളൂ. നാളെ ന്യൂ ഇയർ കൂടി ആകുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഒരിടിവ് തീർച്ചയായും ഉണ്ടാകാം. ആളുകളെല്ലാം എൻജോയ് ചെയ്യുന്ന സമയത്ത് തിയേറ്ററിൽ പോകാനുള്ള ചാൻസുകൾ കുറവാണ്. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തുതരാം. ലാൽ സലാം.